നമ്മൾ ഡൽഹിയിലെ ഡേ 2 ആണ് കേട്ടോ. ഇതാണ് അവസ്ഥ. ഞാൻ എടുത്തതാ. എൻ്റെ വളരെ 15 മാസം നേരത്തെ കുട്ടികളായതുകൊണ്ട് ഞാനറിയില്ല എന്തും മറക്കുന്ന സാധനം. അപ്പം നമ്മൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ വന്നത് മെക്ഡൊണാൾഡ്സിലാണ്. ഫുഡ് കഴിക്കണം ആർത്തിയോട് കൂടി. അതിനെ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എവിടേക്കാന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ യാത്രകൾ തുടങ്ങുകയാണ്. നമ്മളിതാ ഡൽഹിയിൽ എവിടുന്ന് കെയർഫുൾ ആവണം ഫോണ്, അതാണ് പ്രശ്നം. ഇതൊരു മാർക്കറ്റാണ്. എന്ത് മാർക്കറ്റാണെന്നൊന്നും പേരറിയില്ല. ഒന്ന് നമ്മൾ മണാലി പോകുന്നതിന് ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ്. ഡ്രസ്സൊക്കെ എടുക്കാണ്. ചൂട് തണുപ്പുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടുള്ള. എന്തായാലും നല്ല അടിപൊളി മാർക്കറ്റാട്ടോ. നല്ല രസമുണ്ട് സംഭവം. പക്ഷെ കെയർഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഫോൺ അത്രയും അമർത്തി പിടിക്കണം. എപ്പോഴാ അത് വാരി പോവാന്ന് അറിയില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. ഇത് 3 ആളും ഒരു കട്ട. മുത്തു, പൊന്നോ, ആലി. അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം കേട്ടോ. എനിക്ക് ഈ പണ്ട് അങ്ങനത്തെ കല്ലുള്ള ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു ഇറിറ്റേഷൻ വരിക. പണ്ട് ഇങ്ങനത്തെ ആയിട്ട് നടക്കുകയുള്ളൂ. പിന്നെ ഈ മാർക്കറ്റിൻ്റെ പേര് കറൂർ ബാഗ് എന്നാണ് കേട്ടോ. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാ. ഇതിനെല്ലാത്തിനും 150 രൂപ ഉള്ളു. എല്ലാത്തിനല്ല കേട്ടോ, അത് ഒരെണ്ണം എടുത്താൽ 150 രൂപ ഉള്ളൂ കേട്ടോ. പേശിയിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാ സംഭവവും ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. ഇതിന് പറഞ്ഞ റേറ്റ് 1000 രൂപ ആണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് 750 തരാന്നൊക്കെ പറയുന്നുണ്ട്. സംഗതി അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. ആമ്പോ വണ്ടീന്റെ സൗണ്ട്. കുഞ്ചുന് ഇഷ്ടമായോ? കുഞ്ചു ഇഷ്ടമായോ? ഒന്നുകൂടി പേശി നോക്കാം. സൺഗ്ലാസിനുണ്ട് റേറ്റ് കുറവ്, 100 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് ഫിക്സഡ് റേറ്റ് ആണ് പറഞ്ഞത്. പേശി കുറയ്ക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 100 രൂപയേ ഉള്ളൂ. ആ വലിയ കുഴപ്പമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 100 ഉറുപ്പൊക്കെ നല്ല ലാഭമാണ്. ഇതാ എൻ്റെ ഉമ്മത വയ്യാതെ അവിടെ കുത്തിയിരുന്നു. നമുക്ക് നടന്ന അത്ര ശീലമില്ല ഒന്നാമത്തെ. കുഞ്ചു, ഇത് എൻ്റെ വീഡിയോ അല്ല, എൻ്റെ വീഡിയോ. ഇന്നെ കൊണ്ട് വ്ളോഗ് എടുപ്പിക്കുക. പൊന്നൂനൊന്നും പറയാനില്ല. വോയിസ് ഫുള്ളും ഞാനാ കൊടുക്കുന്നത്. ആ അതാ വാച്ചൊക്കെ 200 രൂപയുള്ളൂ കേട്ടോ. 200 രൂപന്റെ വാച്ചസ് ഒക്കെ എല്ലാത്തിനും 200 രൂപ. വാവോ, അതിനൊക്കെ 200 ഉള്ളൂ. ഒക്കെ ലാഭമാട്ടെ 200 രൂപക്ക്. ഇത് എൻ്റെ അറിവിൽ ഇത് ഡൽഹിയിലെ VIP മാർക്കറ്റാണ് തോന്നുന്നത്. കാരണം ഒരുവിധ എല്ലാ ബ്രാൻഡഡ് ഷോപ്സ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് സൈഡൊന്നും ഇല്ല എന്നാലും. പിന്നെ റോഡ് സൈഡിൽ വിൽക്കുന്ന ഡ്രസ്സിന് പോലും നല്ല റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല റേറ്റാണ് ഇവിടെ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ടുള്ളതൊക്കെ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മുന്നോട്ട് നടക്കുന്നതോറും വില കുറയുന്നുണ്ട്. 50 രൂപയുള്ളൂ കേട്ടോ അതിനെല്ലാത്തിനും. 50 രൂപ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അത് 50 രൂപയുള്ളൂ. പിന്നെ ഇത് യൂസ്ഡ് ആയിരിക്കും കേട്ടോ. ഓരോരുത്തർ യൂസ് ചെയ്തായിരിക്കും. യൂസ് ചെയ്തിട്ട് തിരുമ്പിയിട്ടുള്ളതാ. only 50 rupees. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് മണാലിയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഞങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങളെല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കൊണ്ട് വാങ്ങാൻ ചാൻസ് കുറവാണ്. താലിബ് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കുഞ്ചു ഡൽഹി? അത് പറയും. ഇഷ്ടായോ? ഇതിന് കുറച്ച് സ്റ്റൈലാക്കൽ കൂടിയുണ്ട്. കുഞ്ചു നമ്മൾ ഇവിടെ നിന്ന് പോണതിന്റെ മുന്നേ വ്ളോഗ് എടുത്തിട്ട് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആക്കണ്ടേ? ആവോ? ഓ അങ്ങനെ ഇവിടെ വന്നിട്ടോ ഡാൻസാ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഇത് വാങ്ങിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ മോന്തി ഇതാക്കിയത്. കണ്ടോ? ഇല്ല, വാങ്ങിച്ചു തരില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുള്ളൂ.
എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, വാങ്ങിച്ചു തരില്ല. ഓക്കെ, ആലിപ്പും മുത്തും ഇവിടുന്ന് നോക്കുന്നുണ്ട്. 50 രൂപ അല്ലേ, നല്ല ലാഭമല്ലേ. നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് എടുക്കാതെ അവർ കഠിന പ്രയത്നത്തിലാണ്. ഇതെല്ലാത്തിനും 100 രൂപയുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾക്ക് 100 രൂപയുള്ള. നമ്മൾ വാങ്ങിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചു തന്നെ. എനിക്ക് ഇങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല. മുത്തൂന് പിന്നെ ഇടയ്ക്ക് വാങ്ങി ഇട്ടിട്ടില്ലെങ്കിലും മുത്തു വാങ്ങും. ഇത് 50 രൂപയുള്ളൂ കേട്ടോ. ഇത് പാലിപ്പ് വാങ്ങിച്ചതാണ്, 50 രൂപ, only 50. ഇല്ല കുഞ്ചു, ഇത് നോക്കൂ, പൊന്നൂസിന് പറ്റിയത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. മമ്മ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. റേറ്റ് കിട്ടിയിട്ടില്ല, ആളിതുവരെ വന്നിട്ടില്ല. വില കുറവാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങാം അല്ലേ കുഞ്ചു? ഇത്ര ഒന്ന് ചോദിക്കേ. ഞാനല്ല, ആളിതുവരെ വന്നില്ല, മിക്കവാറും വാങ്ങണ്ട. എന്താ പോവാ, സ്റ്റാൻഡേർഡ് ആണ് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇത് 250 രൂപ. എവിടെ അതാ വിളിക്കുന്നുണ്ട്, ഒക്കെ പറ്റിയത് ഇതാന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അവിടേക്ക്. വിളിക്കുന്നത് പറ്റിയ സൈസ് ഏതാ പൊന്നിന് ഇഷ്ടായത്? പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ കൊണ്ടുവന്ന തന്നെ ഉണ്ട്. ഇതാ അതമ്മ അവിടുന്ന് വിളിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. അതാ കണ്ട, ഓക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട്. നല്ല രസമുണ്ടല്ലോ, നല്ല രസല്ലേ? 200 രൂപയുള്ളൂ കേട്ടോ. നല്ല പൊന്നു തന്നെ പിടിക്ക്, കാണിച്ചു കൊടുക്കട്ടെ. പിടിക്ക്, നല്ല രസമുണ്ട്. 200 രൂപയ്ക്ക് ഇത്. ഇതിന് 200 രൂപയുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. കുഞ്ഞ വാങ്ങാ, ഇത് അടിപൊളി. 200 രൂപയുള്ളൂ. നല്ല അടിപൊളി സാധനം. കച്ചറ ഓടുന്നുണ്ട്. തൂന് ഏറ്റവും കൂടുതൽ വേണ്ടിയ സാധനം സൺഗ്ലാസ്. കമ്പനിക്ക് ഓക്ക് വേണ്ടിയത് ഇതാ വാങ്ങിച്ച്. അത് വാങ്ങിട്ടോ, ഓളെ ഹാപ്പിയായി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അത്ര അല്ലല്ലോ, എന്തോ മുഖത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? എന്തോ പിണങ്ങിയുണ്ട്. ഏത് നേരം ഈ ആളടുത്ത് പിണക്കാം. രണ്ടാളും കണ്ണട വാങ്ങുന്ന പരിപാടിയിലാണ്. ഇവിടാണ് ഈ മാർക്കറ്റിന്റെ എൻഡ് കേട്ടോ. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല, എന്നാലും മാക്സിമം കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ എത്തുമ്പോൾ ഇതിനൊക്കെ 80 രൂപ. നമ്മളെ കാലിക്കറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എത്രയോ വില കുറവാട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വണ്ടികളാണ് രസം. എന്ത് ബുക്കാ? ഉള്ള ബുക്കുണ്ട്, സ്റ്റോറി ബുക്ക്. എന്താ കുഞ്ഞാ? ഓക്കെ, പിടിച്ചടിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല, നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കട്ടോ. ഞാൻ വിചാരിച്ചത് ഒരു പ്രീമിയം ഷോപ്പാണെന്ന്. പ്രീമിയം ഷോപ്പിന് വരുന്നത്, പക്ഷെ അവിടെ ഏത് സാധനം എടുത്താലും 100 രൂപ. 100 രൂപയുള്ളത്. അവിടുത്തെ ഓട്ടോ, എനിക്ക് ഈ ഓട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇത് രസമാണ് കാണാൻ. കാണുന്ന ഈ പാൻറ്റിനൊക്കെ ഇതാ, നൈറ്റ് ഡ്രസ്സിനൊക്കെ ഇതാ 100 രൂപയുള്ളൂ കേട്ടോ. നല്ല എന്താ പറയുക, തണുപ്പത്തിടാൻ പറ്റിയ നല്ല പാൻറ്റാണ്. 100 രൂപയുള്ളൂ. അതിന് പകരം ഷോളിന് 150 രൂപ. ഷോളിന് 150 രൂപ. ഒക്കെ 150 രൂപൻ്റെ സാധനങ്ങൾ. നല്ല റേറ്റ് കുറവ് എന്തായാലും. 150 അല്ല കേട്ടോ ഗൈസ്, എനിക്ക് മാറിപ്പോയി. 150 തന്നെ. യെസ്, 150 തന്നെ. എനിക്ക് വട്ടാൻ തോന്നുന്നു. ഈ ഷോളിന് ഇതാ, ഈ ഷോളിനൊക്കെ 80 രൂപ. ഞാൻ വാങ്ങണില്ല, എല്ലാരോടും പറഞ്ഞു കൊടുക്ക. 80 രൂപ അത്. ഇത് പിന്നെ നമ്മളെ സാധാ 50 രൂപ. അതൊക്കെ നല്ല സൗണ്ട്. ഹനുമാന്റെ അമ്പലമാണ് കേട്ടോ. 2005-ലുള്ളത് ഹനുമാന്റെ അമ്പലം. ഇതിന്റെ ഉള്ളില്, ഈ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ഒരു അമ്പലമാണ്. നമ്മളവിടെ SM സ്ട്രീറ്റിൽ ഒരു അമ്പലമില്ലേ, അതുപോലെ തന്നെ. എലന്തപ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അതാ നമ്മൾ വാങ്ങിച്ചെന്നിട്ടുണ്ട് എലന്തപ്പഴം. ഓക്കെ, നിങ്ങൾ ആരും ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളെ നാട്ടിൽ പണ്ട് കാലം, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. എൻ്റെ മുത്തൂന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം പാനിപൂരി. അതേത് സ്ഥലത്തായാലും ഓക്ക് വേണ്ടിയത് പാനിപൂരി. ഒന്ന് ചിരിക്കണമൊക്കെ, എന്താ പുഞ്ചിരി. ഞാൻ നമ്മുടെ കോഴിക്കോടുള്ളതല്ലാതെ എനിക്ക്
കോഴിക്കോട് അല്ലാതെ വേറെ എവിടെ നിന്ന് പോയാൽ പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ ഓക്കെ പറ്റും, അല്ലാതെ പറ്റൂല കേട്ടോ എനിക്ക്. അതൊക്കെ കൂട്ടിയതാ ഇതുണ്ട്. ഇതൊക്കെ പ്ലേറ്റ് പിടിച്ച് നിൽക്കുന്നത് ഇതാ, ഇത് രണ്ടും കണക്കാണ്. എനിക്ക് ശരിയാവില്ല, എനിക്ക് എന്തൊക്കെ ഒരു പ്രശ്നം. ഇത് ഡൽഹിയിൽ നിന്നൊക്കെ ഒരു ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും. ഇതാ ഇത് പിന്നെ തീരെ അങ്ങനത്തെ സാധനം കഴിക്കാത്ത ഒരാളല്ല. അലിബ നോക്ക്, അത് നോക്കിയല്ല. കുഞ്ചു കഴിച്ചില്ല, കുഞ്ചു കഴിക്കാതെ പൊന്നൂസ് കഴിക്കാതെ അതാ തുപ്പിത് അവിടെ കളഞ്ഞു. ഇത് കണ്ടില്ല നല്ല പൂരിയാണ്, നല്ല പൂരിയാന്ന് നല്ല പൂരിയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണോ അതോ? സംഗതി ഓള് പെട്ടിക്കണ്. വാങ്ങിയതല്ലേ വിചാരിച്ചിട്ട് തിന്നാണ് കേട്ടോ. ശരിക്കും അതാണ്, വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് തിന്നാ. അല്ല അലിവ നല്ല നല്ല സാധനങ്ങളും. 100 രൂപ ഏതെടുത്താലും 100. എന്താ വാങ്ങാൻ നിക്കുന്നതാ. ശരിക്കും പറയാം നല്ല ലാഭമാട്ടോ അത്. 100 രൂപയ്ക്ക് ഇത് 100 ഉള്ളൂ. ഇത് നോക്ക്, 100 രൂപ. കുഞ്ചു അങ്ങനെതാ ഇത് വാങ്ങിയിട്ടുണ്ട്, നല്ല വലുത് നോക്കിയിട്ട്, നല്ല വലുത്. ഇതാണ് കേട്ടോ ആലിബ് വാങ്ങിയത്. ഇതാ കെട്ടിപ്പോയി. എവിടെ ആലിബ? കെട്ടിയതിനെ കൊണ്ട് റൂമിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഭയങ്കര വില കുറവാട്ടോ. മുത്തു ഏതാ വാങ്ങുന്നത്? മുത്തോ? ഞാൻ തീരുമാനിച്ചില്ല ഏതാ വാങ്ങാലി. ഒന്ന് സെലക്ട് ചെയ്തോ. ഇതാ കുഞ്ചു 100 രൂപയുള്ളൂ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ നമ്മളോടത്തെ മാക്സിലൊക്കെ പോവാണെങ്കിൽ ഇങ്ങനെയൊക്കെ എത്ര പൈസ വാങ്ങും ആലോചിച്ചു. പൊന്നൂസിന് വാങ്ങിയത് ഇതാണ്. ഇതാ അമ്മ കൈമ പിടിച്ചിരിക്കുന്നത്. ഇതാണ് പൊന്നൂസിന് വാങ്ങിയത്, നല്ല വലിയത്. അത് സാരമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, ഫുള്ളും എടുക്കാൻ പൂതിയാവുന്നുണ്ട്. ശരിക്കും പറയണം മൊത്തം എടുക്കാം കേട്ടോ. ഓക്കെ പൊന്നു, അടിപൊളി സാധനങ്ങളെല്ലാം. ഇതൊക്കെ വലിയ ബൊമ്മ. ഇതൊക്കെ 100 രൂപ എന്ന് പറയുമ്പോൾ അത് നോക്കി. അതിന്റെ ഉള്ളിൽ എനിക്കിട്ട് ചാമ്പ അല്ലേ? ആലും പറയിപ്പിക്കണേ. മമ്മനെ പോലെ മെലിഞ്ഞ ആളെ പറയാം. മക്കളെ ഞാനൊരു കാലം മെലിഞ്ഞിട്ട് തന്നെയായിരുന്നു കേടാ. ഇതിന്റെ ഉള്ളിൽ നിന്ന് കിളികിളി പറയുന്നത് അതാ പോപ്കോൺ വെക്കാൻ നിക്ക. ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്ന് ആലിബ കാണിക്കാത്. ഇത് രണ്ടുമാണ് കേട്ടോ മുത്തു വാങ്ങിയത്. ആലിബിന് വാങ്ങിയതാ. അപ്പൊ മറ്റേതാ എല്ലാം എന്റെതാ. അത് മുത്തു, അത് ആലിബിന് മറ്റേ ഒരു ബ്ലാക്ക് കൂട്ടോ. നമ്മളെ നൊസ്റ്റി മുട്ടായികൾ ഏതെടുത്താലും 10 റുപ്യുള്ളൂ. 10 റുപ്യ എന്നാ 10 റുപ്യ അത് ഏതിനും. നമ്മളോട് 20 റുപ്യ. എനിക്കിത് മതി. നമ്മുടെ രാത്രിത്തെ ഫുഡേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും ബൈ ഫ്രണ്ട്സ് പറഞ്ഞോളെ. ബൈ ഫ്രണ്ട്സ് പറയുമ്പോൾ